ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് പോവുകയാണ് ഹനുമാൻ. എന്നിട്ട് കാൽക്കൽ തൊഴുതുകൊണ്ട് പറഞ്ഞ ആദ്യത്തെ വാക്ക് കണ്ടേൻ സീതയെ ഞാൻ എന്നാണ്. ഇത് കേട്ടതും ശ്രീരാമസ്വാമിക്ക് വളരെ സന്തോഷമായി. ആലിംഗനം ചെയ്തു അങ്ങോട്ട് ഹനുമാനസ്വാമി പറഞ്ഞു, ഈ കാര്യത്തിൽ അങ്ങ് തന്നെയാണ് പ്രമാണം എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങേക്ക് അങ്കുലീയം തന്നത്. പിന്നെ ആ ഉണ്ടായ വിവരങ്ങൾ അങ്ങോട്ട് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രീരാമസ്വാമി കുറേ സീതയെ വിചാരിച്ച് കണ്ണിൽ നിന്ന് ധാരധാരയിട്ട് കണ്ണുനീര് വീഴും. ഇതൊക്കെ കേട്ട് ശ്രീരാമസ്വാമി ചോദിക്കും, സീത എന്ത് പറഞ്ഞു എന്ന്. 2 മാസത്തിനകം വന്ന് എന്നെ കൊണ്ടുപോകണം. അടയാളവാക്യമായി ചൂടാരത്നം. അത് കണ്ടതും ശ്രീരാമസ്വാമി വീണ്ടും പൊട്ടിക്കരയും. ഹനുമാൻ സ്വാമിയെ ആലിംഗനം ചെയ്തിട്ട് പറയും, ഈ ചെയ്ത സേവനത്തിന് എങ്ങനെയാണ് എനിക്ക് കടപ്പാട് തീർക്കാൻ സാധിക്കുക? ശ്രീരാമസ്വാമിയെ ദാസനായി സ്വീകരിച്ച ഹനുമാൻ സ്വാമിയും ദാസനെ അനുഗ്രഹിക്കുന്ന ശ്രീരാമസ്വാമിയും അങ്ങനെ അവിടെ നിന്ന് പിന്നീട് സുഗ്രീവനുമായിട്ട് ചർച്ച ചെയ്യുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? പറഞ്ഞു, ഇനി നമുക്ക് ഇവിടുന്ന് പുറപ്പെടണം. എത്രയും വേഗം സീതാദേവിയെ കൊണ്ടുവരണം. രാവണവധം ഉറപ്പിക്കാം നമുക്ക്. ഹനുമാൻ സ്വാമി തന്റെ തോളിൽ ശ്രീരാമസ്വാമി എടുക്കും, അംഗദൻ തന്റെ തോളിൽ ലക്ഷ്മണനെ എടുക്കും. അങ്ങനെ അവര് കടൽക്കരയിലേക്ക് എത്തിച്ചേരുന്നു. വഴികൾ താണ്ടി 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 അവിടെ എത്തിയപ്പം മുന്നിൽ കിടക്കുന്നു വിശാലമായ സാഗരം. ലങ്കയിലേക്ക് എങ്ങനെ കടക്കും? ഈയൊരു പ്രശ്നം അവരുടെ മുന്നിൽ വന്നു. മുന്നോട്ട് പോകുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ആക്സെപ്റ്റൻസ്. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്റെ ദൗർബല്യമുള്ള മനസ്സാണ്. അതിന് ഞാൻ മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്ത് വേണം? ആ ദൗർബല്യമുള്ള മനസ്സിനെ ഈശ്വരപ്രേമത്തിലേക്ക് തിരിക്കണം. ആ ഈശ്വരപ്രേമത്തിലേക്ക് തിരിക്കുന്നതാണ് രാമരാവണ യുദ്ധം. പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് യുദ്ധകാന്ഡം. ശ്രീരാമസ്വാമി സീതയെ വീണ്ടെടുക്കാൻ രാവണനുമായിട്ട് നടത്തുന്ന യുദ്ധം. ഈ യുദ്ധകാന്ഡത്തെ നാം ആധ്യാത്മിക ദൃഷ്ടിയിൽ മനസ്സിലാക്കിക്കൊണ്ടുവേണം യുദ്ധകാന്ഡത്തിലേക്ക് കടക്കാൻ. എന്താണ് യുദ്ധം? ഒരു നെഗറ്റീവ് എനർജിയോട് പോസിറ്റീവ് എനർജി നടത്തുന്ന ഒരു ഫൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് രാവണനും പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് രാമനും നടത്തുന്ന ഒരു യുദ്ധം. ഈ യുദ്ധം നമ്മൾ കുട്ടിക്കാലത്തെ ശീലിച്ചിരുന്നു എങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ പല പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. നമ്മൾ രാവണ പക്ഷത്താണ് കുട്ടിക്കാലം മുതൽ നിന്നത്. രാവണപക്ഷം എന്ന് പറഞ്ഞാൽ ഭോഗത്തിന്റെ, കാമത്തിന്റെ, സുഖത്തിന്റെ, അതിന്റെ തീവ്രതയിലാണ് മനസ്സ് നിന്നത്. അപ്പോൾ നമുക്ക് വീട്, ജോലി, ഭാര്യ, മക്കള്, ബന്ധങ്ങള്, ഇതൊക്കെ നമ്മൾ വലുതായി 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 കണ്ട് ഇതാണ് യഥാർത്ഥ നേട്ടമെന്ന് തെറ്റിദ്ധരിച്ച് ആ നേട്ടത്തിൽ മാത്രം മനസ്സ് വെച്ച് ജീവിക്കുമ്പോൾ അത് നമ്മളെ വേദനിപ്പിക്കുമ്പോഴാണ് പുറത്തു കടക്കാൻ പറ്റാതെ വരുന്നത്. അങ്ങനെയാണ് പലരും ജീവിതം ദുരന്തമാക്കി തീർക്കുന്നത്. ഇപ്പൊ കുട്ടിക്കാലത്തെ അറിയേണ്ടതായിരുന്നു ജീവിതത്തിന്റെ യഥാർത്ഥ നേട്ടം എന്താണെന്ന്. എന്ത് നേടുമ്പോഴാണ് ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നത്? അപ്പൊ നമ്മൾ ഇപ്പോ നേടിയെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് നേടിയിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ബന്ധങ്ങളൊക്കെ നിൽക്കുന്നതുണ്ടല്ലോ നമ്മുടെ മനസ്സിലാണ്. അത് മനസ്സ് ചിലപ്പോ അതിനിങ്ങോട്ട് വളരെ ഇന്റൻസിറ്റിയിൽ എടുക്കുമ്പോഴാണ് അത് നമുക്ക് കുറേയും കൂടി തീവ്രമായി തോന്നുക. ഒരാളെ ഒരിക്കല് കാല് പഴുത്തു ഇയാൾക്ക്. ഇയാളുടെ കാല് മുറിച്ചു കളയേണ്ടി വന്നു. കാല് മുറിച്ചു കളഞ്ഞിട്ടും ഇയാളുടെ വേദന വിട്ടുപോയില്ല. കാലിന്റെ വേദന വിട്ടുപോയില്ല. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്ത് ഭ്രാന്ത മനുഷ്യ പറയണത്, നിങ്ങൾക്ക് കാലില്ലേ പിന്നെ ഇങ്ങനെ വേദന ഉണ്ടാവുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ വേദന കൊണ്ട് പൊള്ളയാണ്, എന്റെ കാലെന്നെ വേദനിപ്പിക്കണമെന്ന്. അവസാനം സ്കാൻ ചെയ്ത് നോക്കുമ്പോണ്ടല്ലോ ഇയാളുടെ കാലിന്റെ ഭാഗത്തേക്ക് പോകുന്ന നെർവുകൾ അപ്പോഴും സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രേ. അതായത് മനസ്സിൽ അപ്പോഴുമുള്ള ചിന്ത എനിക്ക് കാലുണ്ട് 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 എന്ന്.
വേദന ശരിക്കും കാലിലായിരുന്നില്ല, വേദന ശരിക്കും മനസ്സിലായിരുന്നു. അപ്പൊ അതിനെ കാലെടുത്ത് മുറിച്ചു കളഞ്ഞിട്ടും കാര്യമില്ല, മാറ്റേണ്ടത് മനസ്സിനെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കണമെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ മറ്റൊരു മാർഗവും കൂടി കണ്ടെത്തേണ്ടതായിരുന്നു. അങ്ങനെ നമ്മൾ മാർഗം കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഒരു വിഷമം വരുമ്പം മറ്റൊന്നിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമായിരുന്നു, മനസ്സിനെ മാറ്റാൻ സാധിക്കുമായിരുന്നു. നിങ്ങൾക്ക് തന്നെ സ്വന്തം അനുഭവം ഉണ്ടായിരിക്കാം. നമ്മൾ കുട്ടിക്കാലത്തുണ്ടല്ലോ, അമ്മമാര് നമ്മളെ അങ്ങനെ കാണിക്കാറുണ്ട്. എന്തെങ്കിലും കണ്ട്, അല്ലെങ്കിൽ അച്ഛനോ മറ്റോ വീട്ടിൽ ആരെങ്കിലും ബന്ധുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്ക് വളരെ അടുപ്പമുണ്ടെങ്കിൽ അവർ നമ്മളെ കുട്ടി വരണോ മോനെ വരണോ എന്ന് പറഞ്ഞിട്ട് കൈ കാണിച്ചിട്ട് നമ്മളെ കൊണ്ടുപോകാൻ നിന്നാൽ, അവർ നമ്മളെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ, വെറുതെ തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കും, കൊണ്ടുപോകുന്നുള്ള രീതിയിൽ എടുക്കും. അച്ഛൻ ചില സമയത്ത് വിഡ്ഢിത്തങ്ങളൊക്കെ കാണിക്കും. ഓഫീസിൽ പോകുന്ന സമയത്ത് കുട്ടാ വരുന്നോ കുട്ടൻ തുടങ്ങി ഞാന്ന് പറഞ്ഞല്ലേ, അമ്മ കൊടുക്കും രാവിലെ തന്നെ ഡോസ്. ഓരോ വിഡ്ഢിത്തങ്ങൾ ആ കുട്ടിയോട് ചോദിച്ച് അതിനെ രാവിലെ തന്നെ കരയിപ്പിച്ച്, നിങ്ങളെന്താ അതിനെ കൊണ്ടുപോകാൻ പോകണ്ട ഓഫീസിലേക്ക്, ആ കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾക്ക് എന്ന് ചീത്ത വിളിക്കും. കുട്ടിക്ക് അറിയില്ല അച്ഛൻ എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്, അച്ഛൻ അറിയാൻ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്, എന്നാലും വിഡ്ഢിത്തം ചോദിക്കും കുട്ടൻ വരുന്നോ എന്ന്. കുട്ടി തുടങ്ങി വെച്ചു ഹാർമോണിയം ഫുൾ വോള്യത്തില്. പിന്നെ അമ്മ എന്താ ചെയ്യുക, അച്ഛ അച്ഛാന്നും പറഞ്ഞ് അലറുന്ന സമയത്ത് അമ്മ എന്ത് ചെയ്യും, എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി ദേ കുട്ട അപ്പുറത്ത് അങ്കിളെ നോക്കൂ, ആ അങ്കിളുടെ തലയിലെ മുടിയോടെ പോയി നോക്കൂ അങ്കിള്, എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം കാണിച്ചു കൊടുത്ത് അച്ഛനെ അങ്ങോട്ട് മനസ്സിൽ നിന്ന് മറപ്പിക്കും. എന്നിട്ട് വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിപ്പിക്കും. ഇത് നമുക്ക് കുട്ടിക്കാലത്തെ അറിയാം. ഒരു ചിന്തയിൽ നിന്ന് പുറത്തു കിടക്കാൻ മറ്റൊരു ചിന്ത വേണമെന്ന്. കുറെ കഴിഞ്ഞാലുണ്ടല്ലോ കുട്ടികളുടെ നേരെ പ്രയോഗിക്കാൻ പറ്റും, നമുക്ക് നമ്മളിൽ പ്രയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ആളുകൾ മദ്യത്തിലേക്കും വേണ്ടാത്ത കാര്യങ്ങളിലേക്കൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത്. ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ പുറത്തു കടക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഉറങ്ങാൻ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് വേണ്ടിവരും, പലതും വേണ്ടിവരും. ടെൻഷനൊക്കെ അവർ തീർക്കുക വേറൊരാളോടാ. അപ്പൊ ഇത് നമ്മൾ കുട്ടിക്കാലത്തെ മനസ്സിലാക്കി വെക്കണം. എന്ത്, യഥാർത്ഥമായ നേട്ടം എന്ന് പറയുന്നത് ജീവിതത്തിനെ ബാലൻസ് ചെയ്തു പോകുന്നതാണ് നേട്ടം. ജീവിതത്തിന്റെ ബാലൻസ് കണ്ടെത്തുന്നതാണ് ശരിയായൊരു നേട്ടം. ബാലൻസ് വരണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നാം എന്തൊക്കെ കൂടെയുണ്ടെന്നും എന്തൊക്കെ നമുക്ക് സുഖവും സന്തോഷം തരുമെന്നൊക്കെ പറയുന്നുണ്ടോ അതിനൊക്കെ നമുക്ക് വിഷമങ്ങളും തരാൻ സാധിക്കും. ആ വിഷമങ്ങളിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ അവരിലും നമ്മളിലും ഉള്ള ഒരു സത്യത്തിലേക്ക് ഞാൻ എൻ്റെ മനസ്സിനെ നയിക്കണം. അവരിലും എന്നിലുമുള്ളൊരു സത്യം. അതിനിത്തിരി നമുക്ക് കുട്ടിക്കാലത്തെ സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം വേണം. അപ്പോഴാണ് മനസ്സിലാവുക, എനിക്കൊരനുഭവം അനുഭവിക്കണമെങ്കിൽ, മറ്റൊരാൾക്കൊരനുഭവം എനിക്ക് തരണമെങ്കിൽ, മനസ്സിലാവുണ്ടോ? എനിക്കൊരാളിൽ നിന്നും ഒരു അനുഭവം അനുഭവിക്കണമെങ്കിൽ, സുഖമായാലും ദുഃഖമായാലും, മറ്റൊരാൾക്ക് എനിക്കൊരു അനുഭവം തരണമെങ്കിൽ അയാളിലും എന്നിലും കോമൺ ആയിട്ട് എന്ത് വേണം? ഞാൻ അയാളിൽ നിന്ന് അനുഭവം അനുഭവിക്കുന്നത് മനസ്സുകൊണ്ടാണ്, അയാൾ എനിക്ക് അനുഭവങ്ങൾ തരുന്നതും അയാളുടെ മനസ്സുകൊണ്ടാണ്. എന്നാൽ ഞങ്ങളിൽ രണ്ടുപേരിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? അയാൾക്കൊരു പ്രശ്നം തരണമെങ്കിലും എനിക്കൊരു പ്രശ്നം തരണമെങ്കിലും മനസ്സ് മാത്രമാണോ കോമൺ ആയിട്ടുള്ളത്? ആ മനസ്സിന് വല്ലതും പ്രവർത്തിക്കണമെങ്കിൽ അയാളിലും ഒരു ശക്തി വേണം, എന്നിലും ഒരു ശക്തി വേണം. അപ്പൊ അയാളിലും എന്നിലും കോമൺ ആയിരിക്കുന്നൊരു ശക്തി, ആ ശക്തി ഉള്ളത് കൊണ്ടാണ് ഈ എക്സ്പീരിയൻസിലൂടെ എനിക്ക് കടന്നു പോവാൻ സാധിക്കുന്നത്, അല്ലേ? അങ്ങനെയൊരു ബോധത്തിലേക്ക് നമ്മൾ ഉയരുകയാണെങ്കിൽ അതിലേക്ക് നമ്മുടെ മനസ്സിനെ നാമസ്മരണത്തിലൂടെയോ കീർത്തനങ്ങളിലൂടെയോ സംഗീതത്തിലൂടെയോ ഏതെങ്കിലും വിധത്തിൽ വിചാരത്തിലൂടെയോ തത്വവിചാരത്തിലൂടെയോ ഏതെങ്കിലും വിചാരത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ ഒരു പ്രശ്നത്തിന്റെ പിടിയിൽ നിന്നും നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കും. പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ,
പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു കാര്യത്തെ നാം ആവർത്തിച്ച് ചിന്തിക്കുന്നതാണ് പ്രശ്നം. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ചിന്തിക്കണം. ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ വിടാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പലരും വിടുന്നവരല്ല, നമ്മൾ മുഴുവൻ വീണ്ടും 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 ഏറ്റിക്കൊണ്ട് നടക്കുന്നവരാണ്. ആ ഏറ്റിക്കൊണ്ട് നടക്കുന്നതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വാട്ട് ഈസ് എ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോബ്ലം ഈസ് നത്തിങ് ബട്ട് ക്യാരിയിങ് ദ സെയിം തോട്ട് കണ്ടിന്യൂസ്ലി, ബ്രൂഡിങ് ഓവർ എന്ന് പറയും. അതിനെക്കുറിച്ച് തന്നെ ആവർത്തിച്ച് ചിന്തിക്കുക. ഞാൻ പറഞ്ഞൊരു ഉദാഹരണം ആവർത്തിക്കുകയാണ്. ഈ ജൈനന്മാരുടെ ഇടയിൽ ഇത് നടക്കുന്ന കഥയാണ്, സംഭവം ഉള്ളതാണ്. ഒരിക്കലൊരു ജൈന സന്യാസിയും അദ്ദേഹത്തിന്റെ ശിഷ്യനും നടന്നു പോവുകയാണ്. ഈ ജൈനന്മാരിൽ ദിഗംബരന്മാരെന്നിട്ടൊരു വിഭാഗമുണ്ട്. കർണാടകയിലാണ് കൂടുതലുള്ളത്, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ. ഇവിടെ തമിഴ്നാട്ടിലുണ്ടോയെന്ന് അറിയില്ല എനിക്ക്. ജൈനന്മാരുണ്ടായിരിക്കാം, ദിഗംബരന്മാരെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പൂർണ്ണ നഗ്നരാണ്. ഇപ്പോഴും ഉണ്ട് അവര്. അവർക്കൊരു നാണമൊന്നുമില്ല, റോട്ടിലൂടെയൊക്കെ നടക്കും. ബോംബെയിലൊക്കെ നിങ്ങൾക്ക് കാണാം ദിഗംബര സന്യാസികൾ. അപ്പൊ അങ്ങനെ ഈ ദിഗംബരന്മാരുടെ ഇടയിലൊരു വിശ്വാസമുണ്ട്, സ്ത്രീകളെ മുഖാമുഖം കാണാൻ പാടില്ല, പ്രത്യേകിച്ച് അവരെ തൊടുകയും കൂടെ ചെയ്യരുത്. തൊട്ടുകഴിഞ്ഞാൽ മനസ്സിലേക്ക് കാമം എന്ന വികാരം വരും. അപ്പൊ നമ്മൾ ഈശ്വരന്റെ പാതയിൽ നിന്നും താഴേക്ക് വീഴും. ഇത് അവരുടെ ഉറച്ച വിശ്വാസമാണ്. അപ്പൊ അവർ ശിഷ്യന്മാർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ഗുരു ശിഷ്യനതൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ലവണ്ണം ഉറപ്പിച്ച് സ്ത്രീകളെ നോക്കി നിൽക്കരുത്, പ്രത്യേകിച്ച് അവരുടെ അവയവങ്ങളൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കരുത്, അവരെക്കുറിച്ച് ചിന്തിക്കരുത്, തുടരുത്, ഇതൊക്കെ അങ്ങനെ അവർക്കിതൊന്നും പറയുന്നതിന് നാണോ ലജ്ജയൊന്നുമില്ല. കാരണം അവരെ സംബന്ധിച്ച് അവര് ലൈഫിന്റെ ഒരു എക്സ്ട്രീമിലേക്ക് കടന്നവരാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ശിഷ്യനതൊക്കെ ഒരു ബോധവൽക്കരണമൊക്കെ നടത്തി ഗുരു ശിഷ്യനും കൂടി ഒരു യാത്ര പുറപ്പെട്ടു. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ചെറിയൊരു തോട് കടക്കണം. അപ്പോൾ അവിടെ ഒരു 10-14 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി അവിടെ വരുന്നു. അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ കുറെ വൈദ്യരെടുത്തുനിന്ന് കുറെ മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരികയാണ്. അപ്പൊ അവള് പറയാണ്, തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, കാരണം ഇയാൾ നഗ്നനാണ്, ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഈ തോടിൽ അത്ര വെള്ളം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ കുറെ വെള്ളം വന്നു, എനിക്കറിയില്ല. അപ്പൊ ഒരു തോണി ഉണ്ടായിരുന്നു എന്നെ ഇക്കരയ്ക്കാക്കാൻ, ഇനി അക്കരയ്ക്ക് എങ്ങനെ പോവാന്നറിയില്ല. അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ അത്രയും അസുഖമുണ്ട്. അപ്പൊ ഈ സന്യാസി 60 വയസ്സായിട്ടുണ്ട്, കുട്ടിക്ക് വിരോധമില്ലെങ്കിൽ എന്റെ പുറത്തേക്ക് ചാഞ്ഞോളൂ, ഞാൻ അപ്പുറത്തേക്ക് എടുത്തു വെക്കാം, കണ്ണടച്ചിട്ട് ചെയ്താൽ മതി. കാരണം ഇദ്ദേഹം നഗ്നനാണ്. ആ കുട്ടി അമ്മയ്ക്ക് മരുന്നെത്തിക്കണം എന്നുള്ള ആ തീവ്രത കൊണ്ട് ഇദ്ദേഹത്തിന്റെ പുറത്തേക്ക് ചായുന്നു. ഇദ്ദേഹം ആ പെൺകുട്ടിയെ അക്കരയ്ക്ക് വയ്ക്കുന്നു. ഇവര് രണ്ടുപേരും അക്കരയ്ക്ക് കടന്നു പോകുന്നു. ശിഷ്യൻ അതുവരെ വർത്തമാനം പറഞ്ഞിരുന്നു, ചോദ്യങ്ങൾ ഉത്തരങ്ങളാക്കിയിട്ട്. അതിനുശേഷം ശിഷ്യൻ ചോദ്യമില്ല, ഉത്തരവില്ല. അപ്പൊ ഗുരു ചോദിച്ചു, താനെന്താ ഒന്നും ചോദിക്കാത്തത്? സ്ത്രീകളെ കാണരുത്, തുടരുത്, കെട്ടിപ്പിടിച്ചിട്ടല്ലേ കൊണ്ടുപോയിരിക്കുന്നത്. ഇതൊക്കെ ഗുരുക്കന്മാർക്ക് പറയാൻ പറ്റും, ശിഷ്യന്മാർക്ക് പാടില്ലതൊന്നും എന്ന് പറഞ്ഞ് ഗുരുവിനെ കുറെ ചീത്ത പറഞ്ഞു. ഉടനെ ഗുരു പറയാണ്, ഞാൻ അവളെ എടുത്തു എന്നുള്ളത് ശരിയാണ്, ഞാൻ അവളെ വിട്ടു എന്നുള്ളതും നീ കണ്ടതാണ്. പക്ഷെ നീ എന്തിനാണ് എപ്പോഴും ഏറ്റിക്കൊണ്ട് നടക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഞാൻ അവളെ ശരീരം കൊണ്ടാണ് എടുത്തത്, ഞാൻ അവളെ വിടുകയും ചെയ്തു. ഇപ്പോ നീ അവളെ എന്ത് ചെയ്തിരിക്കണോ? ഇതാണ് ബ്രൂഡിംഗ് എന്ന് പറയുന്നത്. നാം ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആ അനുഭവം കഴിഞ്ഞു പോയാലും അതിനെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് ചിന്തിക്കുക. ഇതിനോടാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. അനുഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധ്യമില്ല. കാരണം when we live in the society നമ്മൾ പലതും അനുഭവിക്കണം. പ്രത്യേകിച്ച് കുടുംബജീവിതം എന്ന് പറയുന്നത് വ്യത്യസ്ത സ്വഭാവ വിശേഷങ്ങളോടുകൂടിയ ആളുകളോടുകൂടി ഇടപഴകലാണ്. നമ്മുടെ മനസ്സിന്റെ സംസ്കാരത്തിനനുസരിച്ചായിക്കൊള്ളുന്നില്ല ഭർത്താവിന്റെ സംസ്കാരം. നമ്മുടെ കുട്ടികളുടെ സംസ്കാരവും അതുപോലെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. ഇനി ഭർത്താവിന്റെ വീട്ടുകാരുടെ സംസ്കാരം മുഴുവൻ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചുകൊള്ളുന്നില്ല. എന്തിനേറെ നമ്മുടെ സ്വന്തം വീട്ടിലുള്ളവരുടെ സംസ്കാരം പോലും മുഴുവൻ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണമെന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള സംസ്കാരവുമായി ഇടപഴകുമ്പോൾ ചിലതൊന്നും നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വരാതെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും സംഘർഷങ്ങളിൽ വീഴാറുണ്ട്. നമ്മുടെ പെരുമാറ്റം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, അവരുടെ പെരുമാറ്റം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത് സ്വാഭാവികമാണ്. ഇവിടെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നാം
ആ അനുഭവത്തെ ഏറ്റിക്കൊണ്ട് നടന്നാൽ അത് നമുക്ക് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് എന്ത് വേണം? നാം ഇതിൽ നിന്ന് മനസ്സിനെ മാറ്റിയെടുക്കാൻ മറ്റൊരു പാതയിൽ സഞ്ചരിച്ചു കൊള്ളണം. ഏതു പാതയിൽ? എന്നും എപ്പോഴും കൂടെയുള്ളത് ആരാണ്? ഭഗവാനാണ് എന്ന ബോധത്തോടെ ഭഗവൽ നാമസങ്കീർത്തനത്തിന്റെ ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാക്കി വെച്ചാൽ, നാമസ്മരണയിലേക്ക് മനസ്സ് വരുമ്പോൾ നമുക്ക് ആ പ്രശ്നത്തെ തൽക്കാലം മറക്കാൻ സാധിക്കും. ഇതാണ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നും മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കുക, ആ ചാനൽ മാറ്റാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് ടി വിയിലൊക്കെ അത് സാധിക്കും. ഇപ്പൊ ടി വി നിങ്ങൾ ഗുരുവായൂരപ്പന്റെ സീരിയലോ അയ്യപ്പന്റെ സീരിയലോ കാണുകയാണെങ്കിൽ പെട്ടെന്ന് അഡ്വർടൈസ്മെന്റ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? വേറെ ചാനലിലേക്ക് മാറ്റും. അതൊരൊറ്റ ക്ലിക്കിൽ പറ്റും. അതാണ് ടി വിക്കുള്ള പ്രത്യേകത. നമ്മുടെ മനസ്സിന്റെ ചാനൽ മാറ്റാൻ ക്ലിക്കോ ചിലപ്പോൾ ഒന്ന് കൊടുത്താലും സാധിക്കില്ല. അതാണല്ലോ ഭാര്യയും ഭർത്താവൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഭർത്താവ് ഒന്ന് അടിക്കുന്നതും എന്നോട് എത്ര വട്ടം പറഞ്ഞു ഇതന്നെ പറഞ്ഞതന്നെ പറയാണ്ടിരിക്കൂ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതെന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും അങ്ങോട്ട് പുറത്ത് കിടക്കാൻ സാധ്യമല്ല. അത് തന്നെ പിടിച്ചങ്ങനെ വീണ്ടും 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 രാവിലെ നടന്ന കാര്യം വൈകുന്നേരം വരെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, നീ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് അയാളും പറയും. ഇങ്ങനെയൊക്കെ നിസ്സാരമായത് കാര്യങ്ങൾ പറയുമ്പോഴാണ് ഭാര്യാഭർത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഒരു ദിവസം ഒരാൾ ചോദിച്ചു, എന്താ നിങ്ങളുടെ വീട്ടിൽ ഇന്നലെ ഭയങ്കര ബഹളം ഉണ്ടായല്ലോ, എന്താ നിങ്ങളും ഭാര്യയും തമ്മിലുണ്ടായതെന്ന്. അവൾ ഇന്നലെ രാവിലെ തുടങ്ങിയതാണ് എൻ്റെ അടുത്ത്, ഞാൻ ഇന്ന് അവളെ മുട്ടുകുത്തിച്ചു എന്ന്. അയാൾ എന്തോ വിജയിച്ച പോലെയാ പറയണത്. എന്നിട്ടോ മുട്ടുകുത്തിച്ചിട്ട് എന്തുണ്ടായി? അവള് മുട്ടുകുത്തിയിട്ട് പറയുകയാണ്, കട്ടിലിന്റെ ചോട്ടിലേക്ക് നോക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുന്ന. അപ്പൊ അവള് മുട്ടുകുത്തിയതിന്റെ കാര്യം ഇയാളെ മുട്ടുകുത്തി കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. ഇറങ്ങി വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുന്നു. ഇതാണ് ലോകം. ഇങ്ങനെ നമ്മൾ ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച്, ചെറിയ കാര്യം എന്നൊന്നും പറയാൻ പറ്റില്ലേ, കാരണം വീട്ടിലെല്ലാം പ്രതികൂലമായി വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ കാര്യം തന്നെയാണ്. എളുപ്പമൊന്നല്ലത്, ഈസി ആയിട്ടുള്ള കാര്യം നല്ലത്. എന്നാൽ കുറെയൊക്കെ നമ്മൾ ഇതിലേക്ക് മാറുമുണ്ടല്ലോ, ക്രമേണ നമുക്ക് ബോധ്യം വരും അതെല്ലാം വലിയ കാര്യം നല്ല. ലോകത്തിലെല്ലാവർക്കും ഇതെല്ലാം ഉണ്ട്. നമ്മൾ അത് തന്നെ ഒരു വലിയൊരു കാര്യമായി ചിന്തിക്കുമ്പോഴാണ് ഇതൊരു വലിയ കാര്യമായിട്ട് മാറുന്നത്. മനസ്സിലായില്ലേ? ഒരു രാജാവിന്റെ 60ാമത്തെ പിറന്നാളിന് ഓരോരുത്തരും ഓരോ സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്തുള്ളൊരു ബ്രാഹ്മണൻ വീട്ടിലൊന്നും കൊടുക്കാനില്ല. ഭാര്യയോട് ചെന്താ കൊടുക്കുകയെന്ന്. ഭാര്യ പറഞ്ഞു, ഇന്നലെ ചക്ക വെട്ടിയതിന്റെ ചക്കക്കുരു ഉണ്ട് എന്ന്. രാജാവിന്റെ പിറന്നാളിനെ എന്തെങ്കിലും കൊടുക്കണ്ടേ? കുറച്ച് ചക്കക്കുരു കൊണ്ടു കൊടുത്തു. രാജാവ് നോക്കി ആരൊക്കെ എന്തൊക്കെയോ കൊണ്ടു തന്നത് എന്ന്. അപ്പൊ നോക്കുമ്പോൾ ഓരോരുത്തരൊക്കെ വലിയ വലിയ സാധനങ്ങൾ കൊണ്ടു തന്നുണ്ട്. അപ്പൊ പറഞ്ഞു, ഒരാൾ ചക്കക്കുരു കൊണ്ടുവന്നു. ആരെവിടെ? ഉത്തരവ് കൊടുത്തു. ആരാ, ഏത് ദ്രോഹി എനിക്ക് ചക്കക്കുരു തന്നത്? അവനെ കൊണ്ട് ആ ചക്കക്കുരു മുഴുവൻ വിഴുങ്ങിപ്പിക്കുമെന്ന്. ആരാ കൊടുത്തതെന്ന് അവർക്കും അറിയില്ലായിരുന്നു. അന്വേഷിച്ചപ്പം ബ്രാഹ്മണനാ. ഉത്തരവ് നടപ്പിലാക്കിയല്ലേ പറ്റുള്ളൂ. ബ്രാഹ്മണനെ കൊണ്ടുവന്നു. ബ്രാഹ്മണൻ രാജാവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറയാണ്, എന്നാലും സന്തോഷമേ ഉള്ളൂ. അതെന്താ അങ്ങേക്കൊരു സന്തോഷം? എനിക്ക് ചക്ക തരാൻ തോന്നിയില്ലല്ലോ എന്ന്. കാരണം ഞാൻ ചക്ക തന്നതെങ്കിൽ ചക്ക വിഴുങ്ങാൻ പറഞ്ഞ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ കുരുവല്ലേ വിഴുങ്ങേണ്ടതുള്ളൂ. മനസ്സിലായില്ലേ? എന്നാലും ഞാൻ ഭാഗ്യം ചെയ്തവനാണ്. നോക്കൂ, ആ അനുഭവത്തെ ചെറുതായി കണ്ടു കഴിഞ്ഞാൽ ആ അനുഭവത്തിന് അങ്ങനെയൊന്നും നമ്മളെ തോൽപ്പിക്കാൻ സാധ്യമല്ല. നമ്മളത് വലിയൊരു ഇൻസിഡന്റ് ആയിട്ട് കാണുകയാണ്. വേറെ ആർക്കും സംഭവിക്കാത്ത പോലെ, കാലിലൊരു മുള്ളുകുത്തി ഇതുവരെ ആർക്കും മുള്ളുകുത്താത്തത് പോലെ എല്ലാവർക്കും അതിനും വലിയ മുള്ളു കുത്തുന്നുണ്ട്. ഒരാളിങ്ങനെ വളരെ ദുഃഖിതനായിട്ട് നടക്കുകയാണ്. ചോദിച്ചു, എന്താ നിങ്ങളുടെ ദുഃഖം എന്ന്. ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കൈ മെഷീനിൽ പെട്ടിട്ട് കൈ മുറിഞ്ഞു പോയി. ഇപ്പൊ ഫുൾ കൈ ഇട്ടിട്ടാണ് നടക്കുന്നത്. പെട്ടെന്ന് കൈയുള്ള പോലെയാണ്. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ജീവിതമില്ലല്ലോ എന്ന്. അങ്ങനെ അയാൾ നടക്കുന്ന സമയത്ത് മറ്റാളിങ്ങനെ ചുമരിലിങ്ങനെ ഇതാക്കുന്നുണ്ട്. ചോദിച്ചു, നിങ്ങളെന്താ ചെയ്യണത് എന്ന്. 2 കൈയും ഇല്ലാത്തതുകൊണ്ട് പുറം ചൊറിയുന്നത് കൊണ്ട് ചുമരിൽ ചൊറിയണെന്ന്.
എന്നിട്ട് അയാൾക്കൊരു വിഷമില്ല. ഇയാൾക്ക് ഒരു കൈയാണ് പോയതെങ്കിൽ മറ്റാൾക്ക് രണ്ട് കൈയും ഇല്ല പ്രിയന. ഇതാണ് ലോകം എന്ന് പറയുന്നത്. നാം ഒരു കാര്യത്തെ വലിയ കാര്യമാക്കിയെടുത്താൽ അത് തന്നെ വലിയൊരു നേട്ടമായി നമുക്ക് തോന്നും. നേട്ടം അതല്ല. നേട്ടം എന്ന് പറയുന്നത് അതിനിൽ നിന്നും നമ്മുടെ മനസ്സിനെ മാറ്റാൻ സാധിക്കുന്ന വിജയമാണ് നേട്ടം. ഏതിലേക്കാണ് നമ്മൾ മാറ്റുക? ഏതിലേക്കാണ് മാറ്റുക? ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒന്നിലേക്ക് മാറ്റണം. ഈ നഷ്ടപ്പെടുന്നതിൽ ചിന്തിക്കുന്നതാണ് ദുഃഖം വരുന്നത്. ഇത് നഷ്ടപ്പെടാത്തതാണ്. നഷ്ടപ്പെടാത്തൊരു ഭഗവാൻ കൂടെയുണ്ട്. അങ്ങനെ നമ്മൾ നാമം ചൊല്ലി പഠിക്കണം. നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് നാമം ചൊല്ലുമ്പോണ്ടല്ലോ, ഒരു വിഷമം വരുമ്പോ ഒന്ന് കണ്ണടച്ച് നാമം ചൊല്ലിയാൽ അപ്പോഴേക്കും മൈൻഡ് അതിൽ നിന്നും പുറത്തു കിടന്നോളും. മൈൻഡ് പറയും ഒക്കെ വിട്ടേക്ക് പോകുന്ന. നമുക്കെന്നെ മനസ്സിലാവും നമ്മൾ ഇത്രയും കാലം വേസ്റ്റാക്കി ജീവിതം, വെറുതെ കളഞ്ഞു കുളിച്ചു പോകുന്നുള്ളത്. ഒന്നിനെക്കുറിച്ചും സീരിയസ് ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സീരിയസ് ആയാലും നടക്കേണ്ടത് നടക്കും, സീരിയസ് ആയിട്ടില്ലെങ്കിലും. ഇപ്പൊ നോക്കൂ, നമ്മൾ സീരിയസ് ആവണോ? സൂര്യൻ അസ്തമിക്കാൻ സൂര്യൻ അസ്തമിച്ച എത്ര നന്നായിരുന്നു. നമ്മളിവിടുന്ന് ബഹളം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയാണ് മനുഷ്യൻ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടുപിടിക്കുകയാണ്. അത് ചിലർക്കൊരു ഇഷ്ടമാണ്. 99% ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടാത്തത് ചിന്തിക്കുന്നത് ഒരിഷ്ടമാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയല്ല, നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റായതുകൊണ്ടാണെന്ന് അവരോട് പറഞ്ഞാൽ അവർ പറയും നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല എന്ന്, നിങ്ങൾ ക്രൂരനാണ്. എന്റെ വിഷമങ്ങളൊന്നും നിങ്ങളോട് പറഞ്ഞാൽ, കാരണം ആ വിഷമങ്ങളിൽ തന്നെ മുഴുകിയിരുന്ന് അത് തന്നെ ഈ മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ചില മൃഗങ്ങളെയൊക്കെ, പട്ടികളെയൊക്കെ കാണാം, കയ്യും കാലൊക്കെ ഒട്ടിഞ്ഞിട്ട് വ്രണമായി പഴുത്ത്. ആനകളെയൊക്കെ നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ കാണാം. ആ വ്രണത്തിൽ ജീവിക്കാൻ അവർക്ക്, പ്രത്യേകിച്ച് നമ്മൾ പഴയ കാലത്തൊക്കെ കണ്ടിരുന്നു, ഈ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോണ്ടല്ലോ, ഈ കൈയില്ലാത്തവരും കാലില്ലാത്തവരും കൈയൊക്കെ പൊട്ടി വ്രണമായി അതിങ്ങനെ കാണിച്ച് യാചിക്കുന്ന ആളുകളെ കാണാം. എല്ലാ വർഷവും പോയി അവരുടെ വ്രണം ഉണ്ടാവും. നോക്കൂ നിങ്ങൾ, ഒരു ടിപ്പിക്കലായിട്ടുള്ള കുറെ ആളുകളുണ്ട്, യാചകന്മാര്. വ്രണമൊക്കെ കാണിച്ചിരിക്കുന്ന ആളുകളുണ്ട്. കൈ കാല് മുറിഞ്ഞിട്ട് അതിങ്ങനെ പഴുത്ത്. അത് ഇപ്പൊ അതൊന്നുമില്ല, ഇപ്പൊ ഒന്നും അവരെയൊന്നും കാണാനില്ല അങ്ങനത്തെ ആളുകൾ. എന്നാലും ഉണ്ട് അങ്ങനത്തെ കുറെ വർഗങ്ങൾ. അവരുടെ ആ ഒരു രോഗങ്ങൾ കാണിച്ചിട്ട് അവർ യാചിക്കുന്നതുണ്ടല്ലോ, എല്ലാ വർഷവും ആ രോഗം മാറാണ്ടിരിക്കും അവർക്ക്. അതിലൊരു സുഖം അവർക്ക് അനുഭവിക്കേണ്ടത് അവർ അല്ലേ? അതേപോലെ അവർ ശരീരം കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊക്കെ മനസ്സുകൊണ്ട് ചെയ്യണം. രോഗങ്ങളെ കാണിച്ച് അതിൽ ബ്രൂഡ് ചെയ്യണം. അതാണ് നമ്മുടെയൊക്കെ ദൗർബല്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ദുർബലങ്ങളായ ചിന്തകളോടാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വരീയമായ ചിന്തയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിൽ രമിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അതിനുണ്ടല്ലോ ഈ ചാനൽ മാറ്റുക എന്ന് പറയും. പലപ്പോഴും ഇന്ന് കുട്ടികൾക്കൊക്കെ അത് നമ്മൾ കൊടുക്കുന്നില്ല. വെറും വിദ്യാഭ്യാസം, പുസ്തകം 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 എന്ന് പറയുമ്പോണ്ടല്ലോ, അതിലൊരു ടെൻഷൻ വന്നാൽ ആ കുട്ടിക്ക് അതൊന്നും മാറ്റാൻ പറ്റുന്നില്ല മനസ്സിനെ. ഇന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ എഡ്യൂക്കേഷന്റെ ഒരു വലിയൊരു വീക്ക്നെസ്. എന്നെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ, എല്ലാ കുട്ടികൾക്കും, കുട്ടികളെ വിട്ടേക്കും, നമ്മുടെ കാര്യം എടുക്കൂ, എല്ലാ വിഷയത്തിലും നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ? ലോകത്തിൽ ഇന്നേ വരെ എല്ലാവരും എല്ലാ വിഷയത്തിലും പെർഫെക്റ്റ് അല്ല, ആവാൻ പറ്റില്ല. പ്രകൃതിയിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. പക്ഷെ ഇന്നത്തെ എഡ്യൂക്കേഷൻ അങ്ങനെയാ ചെയ്യുന്നത്, എല്ലാറ്റിലും പെർഫെക്റ്റ് ആക്കാൻ. അപ്പൊ മാത്സ് അത്ര ഒരു രസം പിടിക്കാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് മാത്സിൽ അവനെ പെർഫെക്റ്റ് ആക്കാൻ നോക്കിയാൽ അവന് ടെൻഷൻ കൂടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ടെൻഷൻ കൂടി വരുന്നത്. കൂടുതൽ കുട്ടികളും രോഗികളായിത്തീരുന്നത്. നിവൃത്തിയില്ലാതെ ജീവിക്കുക പാവം. ഇപ്പൊ അതിനെക്കുറിച്ചുള്ളൊരു അനലൈസേഷൻ പറയുന്നത്, ഇന്നത്തെ കുട്ടികൾക്കുണ്ടല്ലോ, ഇനി അവർ കൂടുതൽ കളിക്കുന്ന കളിപ്പാട്ടം നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പോഴത്തെ കുട്ടികൾ ഏതാണ്? ഗണ്ണാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അമേരിക്കയിലൊക്കെ ഇപ്പൊ വലിയ പ്രശ്നമാണ്. ഗണ്ണ് വാങ്ങിക്കാൻ കിട്ടും. ഒരു പരിധിയിലപ്പുറം അങ്ങോട്ട് ടെൻഷൻ വന്നാൽ അവൻ എന്താ കാണിക്കുന്നത് അവൻ തന്നെ അറിയില്ല. ഇന്നത്തെ കുട്ടികളൊക്കെ ഒരു മെന്റൽ ലോകത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്.